الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ തഖ്വ ഉള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയുടെ മുകളിലെ ആഴ്ചയിൽ ഓതിയ ആയത്താണ് ഞാൻ ഇന്നും ഓതിയത്. സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനം. പരിശുദ്ധ ഖുർആൻ ഏത് നിലക്ക് നമുക്ക് മാർഗദർശനങ്ങൾ നൽകുന്നു എന്നതാണ് അതിൽ സൂചിപ്പിക്കപ്പെട്ടത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഈ ഖുർആൻ നമ്മുടെ കയ്യിലുള്ള, നമുക്കറിയാവുന്ന, നമ്മുടെ മൊബൈലിലുള്ള, വീട്ടിലുള്ള, പള്ളിയിലുള്ള ഇതേ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, അത് ഏറ്റവും ഉദാത്തമായ ഉത്തമമായ മാർഗത്തിലേക്കാണ് നയിക്കുന്നത് എന്ന്. ഏത് സാധാരണക്കാരനും അല്ലാത്തവനുമൊക്കെ ഏത് മേഖലയിലുള്ള ആളും ഖുർആൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അവനാവശ്യമുള്ളത് നേടിയെടുക്കാൻ സാധിക്കും എന്നും കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. ആലോചിക്കൂ, മനുഷ്യരുടെ ജീവിത രീതികള്, സമ്പർക്ക സ്വഭാവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ നിലകൊള്ളുന്നത് സാമ്പത്തികം, അതുപോലെ തന്നെ സാമൂഹികം, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, സ്വഭാവം തുടങ്ങിയ മേഖലകൾ ഒരു മനുഷ്യനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടവ. അതിലൊക്കെ വളരെ ഷോർട്ടായിട്ട് ചുരുങ്ങിയ നിലക്ക് തന്നെ ഖുർആനിന്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ഏത് വിഷയം എടുത്തു നോക്കിയാലും, അത് ഓരോന്ന് പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം പറയാനുള്ളതുണ്ട്, ഗ്രന്ഥങ്ങളോളം എഴുതാനുള്ളതുണ്ട്. പക്ഷെ ഖുർആനിന്റെ ഒരു നിർദ്ദേശങ്ങൾ ആ വിഷയത്തിലൊക്കെ എടുത്തു നോക്കിയാൽ അത് ഏറ്റവും ഉത്തമമായി, അതിലേറെ വിലപ്പെട്ടതാണ് ഖുർആനിലെ ആദർശം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ തൗഹീദാണ്, ഏകദൈവ വിശ്വാസം. തൗഹീദ് എന്നൊരു വാക്ക് ഖുർആനിലില്ല, അങ്ങനെ ഒരു വാക്ക് ഖുർആനിൽ വന്നിട്ടില്ല. സാങ്കേതിക പദം ഖുർആനിലില്ല, അഹദ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഖുർആനിന്റെ ഓരോ ആയത്തുകളും മനുഷ്യനെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കാണ്. അത് കൃത്യമായി വഹയിലൂടെ നബിതങ്ങളെ പഠിപ്പിച്ച് നബിതങ്ങൾ പറഞ്ഞ ഒരാശയമായിട്ടല്ല പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് ഖുർആനിലെ തൗഹീദ് മറ്റൊരു വിഷയമാണ്, വലിയ വിഷയമാണ്.
അല്ലാഹു തആല അല്ലാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് ഖുർആനിൽ പഠിപ്പിച്ചത് നിരീശ്വരവാദമല്ല, ബഹുദൈവ വിശ്വാസവുമല്ല, മറിച്ച് ഏകദൈവ വിശ്വാസമാണ്. അറബി പറഞ്ഞ ബിലാ ഇഫ്റാത്തിൻ വലാ തഫ്രീത്ത്, ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല, മിതമായ ഒരു കാഴ്ചപ്പാട്. കുറെ ദൈവങ്ങൾ വേണ്ട, തീരെ ദൈവം ഇല്ലാതിരിക്കുന്നതും ശരിയല്ല, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം. അത് ഖുർആൻ തന്നെ സമർത്ഥിച്ചത് റസൂലിന് ദിവ്യബോധനം നൽകിയിട്ടല്ല. അതായത് റബ്ബിനെ കുറിച്ച് റസൂലിനോട് പറഞ്ഞുകൊടുത്ത് റസൂലിന്റേതായ ഒരാശയത്തിൽ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഓരോ മതങ്ങളെ കുറിച്ചെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ഗുരുനാനാക്ക് സിഖ് മതം, ശ്രീബുദ്ധൻ ബുദ്ധമതം, അവരൊക്കെ പറഞ്ഞത് അവരുടേതായ തത്വങ്ങളും ചിന്തകളുമാണ്. പക്ഷെ ഖുർആൻ അത് മറ്റൊരു വിഷയമാണ്. എങ്കിലും ഈ വിഷയത്തിലേക്ക് സൂചന, ഖുർആൻ തൗഹീദ് പഠിപ്പിച്ചിട്ടുള്ളത് നബിയോട് പോലും ഖുൽ എന്ന് പറഞ്ഞ് അതിന്റെ ശേഷമാണ്. നബിയെ നിങ്ങൾ പറയണം, എന്ത് പറയണം എന്നുകൂടി ആ വിഷയത്തിൽ അള്ളാഹ് വ്യക്തമാക്കുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്. നബി പറഞ്ഞതല്ല തൗഹീദ്, നബിയോട് അള്ളാഹ് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ആലോചിച്ച് നോക്കൂ, അവിടെയാണ് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവ അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ഖുൽ നബിയെ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഖുൽ നബിയെ നിങ്ങൾ പറയുക, ഞാൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുകയില്ല. ഇങ്ങനെ തൗഹീദിന്റെ ആശയങ്ങള്, ഏകദൈവ വിശ്വാസത്തിന്റെ ആശയങ്ങള് നബിതങ്ങളെപ്പോലും തെരഞ്ഞെടുത്ത് സിദ്ധാന്തം പറയാതെ, അതിനുപോലും അവസരം കൊടുക്കാതെ നേർക്ക് നേരെ അതുകൂടി പറഞ്ഞ് നബിയെ കൊണ്ട് അള്ളാഹു ആ ആശയം പറയിപ്പിച്ച് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആദർശരംഗം വളരെ കൃത്യമാണ്. അതിന്റെ ഒരു ചെറിയ സൂചന. ഇങ്ങനെ പരിശോധിച്ചാൽ ഏത് രംഗങ്ങളും, ഇപ്പൊ സാമൂഹ്യമായി മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, സമൂഹത്തിൽ മനുഷ്യൻ ജീവിക്കണം, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. എത്ര നല്ല കാഴ്ചപ്പാടാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാവുന്ന വിഷയങ്ങളും മേഖലകളും ഒക്കെ പഠിക്കാം എന്ന് വിചാരിച്ചത് കൊണ്ട്. വതആവനു, നിങ്ങൾ സഹകരിക്കണം, അലൽ ബിർരി വത്തഖ്വ, സൂക്ഷ്മമായ കാര്യങ്ങൾ, പുണ്യകരമായ കാര്യങ്ങൾ എവിടെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും അതിൽ സഹകരിക്കണം. വലാ തആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്, അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുണ്ടാക്കുന്ന കാര്യത്തിൽ, കുറ്റകരമായ കാര്യത്തിൽ, തിന്മയിൽ നിങ്ങൾ ഒരിക്കലും പരസ്പരം സഹകരിക്കാൻ പാടില്ല. ഒരു സമൂഹം നന്നാകാൻ ഇതിലപ്പുറം ഇനി എന്താ വേണ്ടത്? സമൂഹം എന്ന് പറഞ്ഞാൽ തന്നെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ജീവിക്കുമ്പോഴാണ് ഒരു സമൂഹമായി മാറുന്നത്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, ഉറപ്പാണ്. പക്ഷെ ഏതിൽ സഹായിക്കണം, ഏതിൽ സഹായിക്കരുത് കൃത്യമായി പടച്ചതമ്പുരാൻ വ്യക്തമാക്കാം. ബിർറും തഖ്വയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പരസ്പരം സഹകരിച്ച് സഹായിച്ച് ജീവിക്കാം. ഇനി അതിലപ്പുറം ഒന്നും പറയാൻ അതിനെ പറ്റിയില്ല. ഇനി സമൂഹ നന്മക്ക് വേണ്ടി വേറൊന്ന് പറയാനുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി. പിന്നുള്ളതൊക്കെ അതിന്റെ വിശദീകരണങ്ങളാണ്. അപ്പൊ സാമൂഹ്യമായി മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോവുക, ഇതുപോലുള്ള തത്വങ്ങളാണ് സാമ്പത്തികമായി നിങ്ങൾ എടുത്തു നോക്കി. പരിശുദ്ധ ഖുർആനിൽ സാമ്പത്തികമായ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. നിങ്ങൾക്ക് ബിസിനസ് അനുവദനീയമാണ്, കച്ചവടം നിങ്ങൾക്ക് അനുവദനീയമാണ്. വഹറമ റിബ, പലിശ അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഇനി അതിൽ പെടാത്ത ഒരു സാമ്പത്തിക തത്വശാസ്ത്രം എവിടെ വരാനാണ്?
ഇസ്ലാമിന്റെ സാമ്പത്തിക തത്വശാസ്ത്രം അതാണ്. പാവപ്പെട്ടവരെ എന്നും ഒരു സാമ്പത്തിക സന്തുലിത അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന സുഗമമായ സുന്ദരമായ ഒരു സാമ്പത്തിക തത്വശാസ്ത്രം അത് ഇതിലാണ് അടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ആയത്തുകൾ ഖുർആനെ കുറിച്ച് പഠിച്ചാൽ നമുക്കതിങ്ങനെ മുഴുവനായിട്ട് പഠിക്കണം എന്നിങ്ങനെ തോന്നിപ്പോകും. കച്ചവടം അനുവദനീയമാണ്, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, കച്ചവടക്കാരുടെ ഖുർആൻ പുകഴ്ത്തിയിട്ടുണ്ട്. പലിശ, അന്യനെ ചൂഷണം ചെയ്യും. സാമ്പത്തികമായി ഒരു നിലക്കും അന്യനെ ചൂഷണം ചെയ്യാൻ പാടില്ല, ഒരു നിലക്കും പാടില്ല. അതിൽ ഏറ്റവും കൂടുതൽ ചൂഷണം വരുന്നത് പലിശയിലാണ്. നമുക്കറിയാം, പലിശയുടെ പേരിലാണ് ഇന്ന് പത്രത്തിലൊക്കെ ഒരു സ്ത്രീയുടെ ആത്മഹത്യയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേസും കൂട്ടൊക്കെ ആയിട്ട് നടക്കാൻ. ആ കാലം മുതൽ ഇന്ന് വരെ ഉള്ള ഒരു ചരിത്രമാണത്. മനുഷ്യൻ ആഗ്രഹിക്കുന്നു അധ്വാനിക്കാതെ പണമുണ്ടാക്കാൻ, മറ്റുള്ളവനെ പീഡിപ്പിച്ച് പൈസ സമ്പാദിക്കാൻ. അതിനുവേണ്ടി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു. മൊബൈൽ തുറന്നാൽ, കമ്പ്യൂട്ടർ തുറന്നാൽ അവിടെയൊക്കെ ഫിഷിംഗ് ആണ് വരിക. ഫിഷിംഗ്, ചൂണ്ടലിട്ട് പിടിക്കും നമ്മളെയൊക്കെ. എത്രയോ മനുഷ്യന്മാര് അതിലൊക്കെ കുടുങ്ങി കേൾക്കുക. നമ്മൾ വല്ല ഓമന പേരിട്ട് കൊടുക്കും, സൈബർ കുറ്റകൃത്യം എന്നൊക്കെ പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കും. സംഗതിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ആഗ്രഹത്തെ, ജീവിക്കാനുള്ള മനുഷ്യന്റെ പ്രയാസത്തെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരം ആളുകളൊക്കെ രംഗത്ത് വരുന്നത്. ഖുർആൻ പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ. സാമ്പത്തികമായിട്ടുള്ള മുഴുവൻ സനാതന മൂല്യങ്ങളെയും അവിടെ നമുക്ക് അല്ലാഹു തആല വിശദീകരിച്ചിരിക്കുന്നു. പിന്നെ വരുന്നത് രാഷ്ട്രീയം. രാഷ്ട്രീയക്കാർക്ക് എന്നും പ്രസംഗിക്കാനുള്ളത്, രാഷ്ട്രീയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ. ഒരു രാജ്യത്തിന് വേണ്ടത് സത്യം, സമത്വം, സാഹോദര്യം. വളരെ സുന്ദരമാണ് ആശയം. സത്യം നിലനിൽക്കണം ഒരു രാജ്യത്ത്, സമത്വം വേണം, സാഹോദര്യം വേണം. 3 കാര്യങ്ങളാണ്. ഇത് 3 നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. ഖുർആനിൽ 2 സ്ഥലത്ത് പറഞ്ഞു, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാ ലില്ലാഹ്. മറ്റൊരു സ്ഥലത്ത് ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. തിരിച്ചും മറിച്ചും പറഞ്ഞതാണ്. സത്യം പറയാളൂ, സത്യത്തിലേ നിലകൊള്ളാൻ പാടുള്ളൂ. സത്യം വേണം. എത്രത്തോളം ഖുർആൻ പറയാ, വലൗ അലാ അൻഫുസിക്കും. നിങ്ങൾക്കെതിരാണെങ്കിലും. ഇനി എന്തതിന് പറയാനുള്ളത് സത്യത്തിന്റെ കാര്യത്തിൽ? നിങ്ങൾക്കെതിരാണെങ്കിലും, അവിൽ വാലിദൈൻ, നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും എതിരാണെങ്കിലും, അവിൽ അഖ്റബീൻ, നിങ്ങളുടെ കുടുംബക്കാർക്കെതിരാണെങ്കിലും സത്യത്തിലെ നിലകൊള്ളാവൂ. സത്യത്തിനൊരു വിലയുണ്ട് എന്നത് ലോകത്തിന്റെ ഒരു തത്വശാസ്ത്രമാണ്. സത്യത്തിന് അതിൻ്റെതായ വിലയുണ്ടാവും. നുണ പറയുന്നത് ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. നുണ പറഞ്ഞ് എങ്ങനെയും വേണമെങ്കിലും മനുഷ്യന് എത്ര കാലം വേണമെങ്കിൽ ജീവിക്കാം. അപ്പൊ 2 സ്ഥലത്ത് സത്യത്തിൽ നിലനിൽക്കുക, അള്ളാനെ സാക്ഷിയാക്കുക. അള്ളാനെ സാക്ഷിയാക്കുക, സത്യത്തിൽ നിലകൊന്നുകൊണ്ട് എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞത് അങ്ങനെയാണ്. സത്യത്തിൽ നിലകൊള്ളണം. സത്യമേ വിജയിക്കൂ, അതിനൊരു വിജയമുണ്ടാകും, അതിനെ ആക്കിബത്ത് ഉണ്ടാവുള്ളൂ. കൃത്യമായി പഠിപ്പിക്കാൻ ഒക്കെ വേറെ വിഷയങ്ങളാണ്. സമത്വം അങ്ങനെ. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ ഔ ഉൻസ വ ഉൻസ. നിങ്ങൾ ആണും പെണ്ണുമാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. നിങ്ങൾക്ക് കുടിപ്പേരുണ്ടായത്, കുടുംബപ്പേരുകൾ ഉണ്ടായത്, നിങ്ങൾ കബീലകളായത്, ഗോത്രങ്ങളായത് അത് അഡ്രസ്സിന് വേണ്ടി മാത്രമാണ്. ഒരു തറവാട്ട് മഹിമ കൊണ്ടും ആരും വരേണ്ടതില്ല. അതിന്റെ പേരിൽ ആരും തറവാട്ട് കുടുംബ സംഗമങ്ങൾ നടത്തേണ്ടതില്ല, അഹങ്കാരം കാണിക്കാൻ. കുടുംബബന്ധം നിലനിർത്തണമെങ്കിൽ ഓക്കെ, അല്ലാതെ തറവാട്ട് വലിയ തറവാട്ടുകാരാ സൂചിപ്പിക്കേണ്ടതില്ല. കാരണം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും മാന്യന്മാർ അത്ഖാക്കും, കൂടുതലായിട്ടും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോട് കൂടി ജീവിക്കുന്നവരാണ്. അള്ളാന്റെ അടുത്ത് റസൂലുള്ള അത് വിശദീകരിച്ചു. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അബിയള വലാ അസ്വദ ഇല്ലാ ബിത്തഖ്വ. തഖ്വ കൊണ്ടല്ലാതെ വെളുത്തവന് കറുത്തവനേക്കാളോ തിരിച്ചോ അറബിക്ക് അനറബിയേക്കാളോ ഒന്നും ഒരു ശ്രേഷ്ഠതയും കൽപ്പിക്കില്ല. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. അത്തഖ്വ, തഖ്വ കൊണ്ട് മാത്രമാണ്.
അതുകൊണ്ട് തഖ്വക്കാണ് പ്രാധാന്യം. പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പടച്ചോനെ കണ്ടെത്തി നന്മ ചെയ്ത് പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന് മാത്രമേ പുണ്യമുള്ളൂ. ആളെ നോക്കൂ. അല്ലാഹു തആല ഒരിക്കലും മനുഷ്യന്റെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ശരീരത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹുവിന്റെ ശ്രദ്ധ. ഇലാ ഖുലൂബിക്കും, മനുഷ്യന്റെ ഹൃദയമാണ് നോക്കുന്നത്. അതെല്ലാവരുടെ ഹൃദയവും ഒരേപോലെ തന്നെയാണ്, എല്ലാവരുടെ രക്തവും ഒരേപോലെയാണ്. അതുകൊണ്ട് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിന്റെ സന്തതികളാണ്. ആദം വന്നത് മണ്ണിൽ നിന്നാണ്. ശരിക്ക് പഠിപ്പിക്കുക. അതുപോലെ തന്നെ സഹോദര്യം, മനുഷ്യരൊക്കെ സഹോദരന്മാർ. ഖുർആനിലെ മുഅ്മിനീങ്ങളുടെ സഹോദര്യ ബന്ധത്തെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനുകൾ ഏകോദര സഹോദരന്മാരാണ്. പ്രവാചകൻ അത് വിശദീകരിച്ചു. ഇദസ്തക്കാ മിൻഹു ഉദ്വൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിസ്സഹരി വൽ ഹുമ്മ. ശരീരത്തിന്റെ ഒരു ഭാഗം വേദനിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. ഉറക്കമൊഴിച്ചിട്ടും പനി പിടിച്ചിട്ടും കാലിന്റെ ചെറിയ വിരലിന്റെ ഏറ്റവും തലപ്പത്ത് ഒരു ചെറിയ മുറിയുണ്ടായാൽ ശരീരം മുഴുവനും അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. പനിക്കും, ഉറങ്ങാൻ കഴിയില്ല. അത് കാലിന്റെ ചെറിയ വിരലും അല്ലേ, അതൊക്കെയാണ് ഇന്ന് നഷ്ടപ്പെട്ടു പോയത്. നമുക്കറിയാലോ, ഫലസ്തീനിലും മറ്റൊക്കെ നടക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ അന്തം വിട്ട് അല്ലെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ജീവിച്ചു കൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ഭക്ഷണത്തിന്റെ വിഷയത്തിലടക്കം. പക്ഷെ മുസ്ലിം സമൂഹത്തിന്റെ മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയ പോരാ. ഇവിടെ കുറ്റം ഖുർആനിന്റേതല്ല, മനുഷ്യരുടേതാണ്. വ്യക്തമായും കൃത്യമായും പഠിപ്പിക്കുക. മുഅ്മിനുകളൊക്കെ ഇഖ്വത്തുൻ, ഇഖ്വത്തു എന്നുള്ള പ്രയോഗം തന്നെ ആ ഏകോദര, അങ്ങനെയാണ് പറയുക, ഏക ഉദരത്തിൽ നിന്ന് വരുന്ന സഹോദരന്മാർക്കാണ്. സദീഖ് എന്ന് പറയും, റഫീഖ് എന്ന് പറയും, അഖ് എന്ന് പറയും. അറബി നാട്ടിൽ പോയ അറബികളെ നമ്മളെ സദീഖ് എന്ന് വിളിക്കും. അത്ര വലിയ ബന്ധമല്ല. കുറച്ചും കൂടി പോയാൽ റഫീഖ് എന്ന് വല്ലാതെ ചൂടായ വിളിക്കുക. അതൊന്നും അത്ര നല്ല ബന്ധമല്ല, നല്ല പേരുകളല്ല, നല്ല ഭാഷയല്ല. യാ അഖി എന്ന് വിളിച്ചാൽ അവന് സ്നേഹമുണ്ട്. അതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകളെ സഹോദരന്മാർ. മുഅ്മിനീങ്ങൾ മാത്രമാണ്. അല്ലാഹു പറയാ ലാ യൻഹാകുമുല്ലാഹ് അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ. നിങ്ങളോട് യുദ്ധത്തിന് വരാത്ത, നിങ്ങളെ ദ്രോഹിക്കാത്ത, നിങ്ങളുടെ കൂടെ നല്ല നിലക്ക് ജീവിക്കുന്ന ഇതര മതസ്ഥർ, അവരോട് എന്ത് ചെയ്യണം? അൻതബറുഹും, അവരോട് നിങ്ങൾ പുണ്യം ചെയ്യണം. അവരോട് നിങ്ങൾ പുണ്യം ചെയ്യണം. വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിപൂർവം വർത്തിക്കണം. മറ്റോ നമ്മുടെ മതക്കാരനല്ല എന്ന് വിചാരിച്ച്, വേറെ എന്തെങ്കിലും ജാതിയായി മതമായി എന്ന് വിചാരിച്ചിട്ട് അവിടെ സഹോദര്യ ബന്ധത്തിന് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അവർക്ക് പുണ്യം ചെയ്യണം. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ വിരോധിക്കുന്നേയില്ല. ചിലരെങ്കിലും ചില തീവ്രത കൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള അല്ലാഹ് പറഞ്ഞത് അവരോട് നേർക്ക് നേരെ പുണ്യം ചെയ്യണമെന്ന് പറയാതെ അവരോട് പുണ്യം ചെയ്യുന്നതിന് വിരോധിച്ചിട്ടില്ല. പുണ്യമേ ചെയ്യാവൂ എന്ന് കൃത്യമായി പറയാം. സഹോദര്യ ബന്ധത്തെ ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, സമത്വം, സഹോദര്യം, അതിന്റെ ഏറ്റവും മൂല്യ ഗുണങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെയും കാണുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും നല്ലത് എന്താണോ അത് പറഞ്ഞത്. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിന്റെ തുടക്കം തന്നെ ഖുർആനിന്റെ തുടക്കമാണ്. ഇഖ്റ, വായിക്കണം. ഇഖ്റ, വായിക്കണം. പഠനത്തിന്റെ ഇന്നും അങ്ങനെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വായിക്കലാണ്. മീഡിയകൾ ഒരുപാട് വലുതായിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും വായനക്ക്, വിദ്യാഭ്യാസം നേടുന്നതിൽ അതിൻ്റെതായ പങ്കുണ്ട്. അതുകൊണ്ട് അറിവ് നേടുന്നത്, ആ അറിവ് ദൈവത്തെ കണ്ടെത്താനുള്ള അറിവാവണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാറ്റിലും കാണണം. ഞാൻ ഒരിക്കൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്,
ദീനിയായ അറിവ് മാത്രമല്ല, ഒട്ടകത്തെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജിയോഗ്രഫി, ഒറോളജി, ആസ്ട്രോണമി ഒക്കെ പഠിക്കണം. എല്ലാം, സുവോളജി ഒക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്, എല്ലാം ഉണ്ട്. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കണം. അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കണം. ഖുർആൻ പറയാണ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസം. ചെറുപ്പം മുതൽ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ള പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വൽവാലിദാതു യുർലിഅന ഔലാദഹുന്ന. ഇതൊന്നും നമ്മുടെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല എന്നല്ല. ഈ എക്സ് മുസ്ലിംസ് ഒക്കെ പറയലോ, വലിയ കാര്യമായിട്ട് പറയലോ. അതുപോലെ തന്നെ യുക്തിവാദികൾ പറയലോ, ലിബറൽ വാദക്കാർ പറയല്ലോ. അതുപോലെ ബാക്കിയുള്ളവരൊക്കെ പറയലോ, എന്ത് ഈ ശാസ്ത്രമൊക്കെ വളരുമ്പോ എന്തിനാണ് മതമാണ് ആകെ തകരാറുണ്ടായത്. മതം തകരാറുണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആൻ, മതത്തിന്റെ ശരീഅത്തിന്റെ ഗ്രന്ഥം ഒരിക്കലും തകരാറുണ്ടാക്കിയിട്ടില്ല. വൽവാലിദാതു യുർലൈന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. ഇടപെട്ടു പരിശുദ്ധ ഖുർആൻ. ഒരു കുട്ടി സമൂഹത്തിൽ വരുമ്പോ അറിയാലോ, നമ്മുടെ രാജ്യത്തെ ആലോചിച്ചു, ലോകം WHO ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ആരോഗ്യ വകുപ്പിലാണ്. ചിലപ്പോ ഒന്നുമില്ലെങ്കിൽ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് ഒരു ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കും എന്തിനൊക്കെ പറ്റി. അപ്പൊ നമുക്കറിയാം, അമീബിക് ജ്വരം ആരോഗ്യവകുപ്പൊക്കെ നിർദ്ദേശങ്ങൾ ഇറക്കി. അവിടെ ഇവിടെ പോയി കുടിക്കരുത്, നമുക്ക് ബാധകൻ. നമ്മളൊന്നും ശ്രദ്ധിക്കൂല. നമ്മളാകെ പഠിച്ചു വെച്ചത് കുറെ കായ് ഉണ്ടാക്കിയിട്ട് ആശുപത്രിക്ക് പോവുക. ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആശുപത്രി ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ടൂർ പോണമാതിരി ആശുപത്രിക്ക് പോവുക, കാണാൻ പോണവനും ടൂർ പോണമാതിരിയാ പോവുക, അവിടെ പോയവനും ടൂർ വന്നിരിക്കണ മാതിരിയാണ്. റൂമിലൊക്കെ ചെന്ന് നോക്കിയാ ബിരിയാണിയും കപ്സിയും മന്തിയും ഭയങ്കര ആവേശം. നമുക്ക് ആശുപത്രിക്ക് പോകുക എന്ന് പറഞ്ഞാൽ പരിശോധിച്ചിട്ട് ഒരു മൊയൊന്നും കണ്ടില്ലെങ്കിൽ ഭയങ്കര നിരാശയാണ്. ആ ഡോക്ടർ ഇതൊക്കെ ചെലവാക്കിയിട്ട് 5,000-6,000 റുപ്യക്ക് MRI എടുക്കാൻ പോയിട്ട് ഒരു മൊയൊന്നും കണ്ടില്ല, ഭയങ്കര ദുഃഖമാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ വലിയ പൊലിവാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രതികരണങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ ആരോഗ്യവകുപ്പ് ഖുർആൻ പറയാ ചെറുപ്പത്തിൽ നന്നായി വളരണം. അതിന് എന്ത് വേണമെന്നറിയോ? പാലാണ് കൊടുക്കണം. കുട്ടിക്ക് മുലപ്പാല് കൊടുക്കണം. മാറി നിൽക്കരുത്. വൽവാലിദാതു യുർലൈന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. 2 വർഷം തുടർച്ചയായിട്ട് മുലപ്പാല് കൊടുക്കണം. വേണമെങ്കിൽ അതിന്റെ കൂലിയും കൊടുക്കണം ഭർത്താവ് എന്ന്. അത്ര കൃത്യമായിട്ട് അൽ-ബഖറയിൽ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലത്താണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പല ഹോസ്പിറ്റലുകളും. ഈ ഹോസ്പിറ്റലുകൾ മുലകുടി യത്നത്ര പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് കുട്ടിക്ക് മുലപ്പാലല്ലാതെ ഒന്നും കൊടുക്കാൻ പാടില്ല. പ്രസവിച്ചു വീണ കുട്ടിക്ക് 6 മാസം വരെ മുലപ്പാലല്ലാതെ യാതൊന്നും കൊടുക്കരുത്. ജനിച്ച അന്ന് തന്നെ വരുന്ന കൊളസ്ട്രം എന്നറിയപ്പെടുന്ന ആ പാല് കുട്ടിക്ക് കൊടുക്കണം. അതിലാണ് കുട്ടിയുടെ മസ്തിഷ്കം വളരാനുള്ള ഫോളിക് ആസിഡ് മുതൽ ഉൾപ്പെടെയുള്ള എല്ലാ സംഗതികളും തലച്ചോറിക്ക് ചെല്ലേണ്ടത്. അത് കുടിക്കുമ്പോഴാണ്. പഴയ കാലത്തൊക്കെ ബീച്ച് കളയായിരുന്നു പെണ്ണുങ്ങളെ ചെയ്യുന്നത്. ഇപ്പോഴാണ് വലിയ ശാസ്ത്രമായിട്ടിരിക്കുന്നത്. എത്രയോ മുമ്പ് ഖുർആൻ പഠിച്ചാൽ മതി. ഖുർആൻ പഠിച്ചാൽ മതി. ആരോഗ്യശാസ്ത്രം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് മുറവിളി കൂട്ടുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലൈംഗിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ്. ഇതൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്നാ. എന്നിട്ട് എല്ലാ തോന്നിയാസം പഠിപ്പിക്കണം എന്നാ പറയണത്. കൊരങ്ങനെ ഏണിച്ചെടുക്കണ മാതിരിയാണ്. അല്ലെങ്കിൽ തന്നെ ഈ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുക. ആയിക്കൂടെ കുറച്ച് വിദ്യാഭ്യാസം കൂടി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ ഖുർആൻ എത്ര ഭംഗിയായിട്ടാ പറഞ്ഞ, യാതൊരു ലജ്ജയില്ല, യാതൊരു വഷളത്തരവും ഇല്ലാതെ സുന്ദരമായിട്ട് പറയാ, നിസാഉക്കും ഹർസുൽ ലക്കും. നിങ്ങളുടെ പെണ്ണുങ്ങള്, അതിനൊക്കെയാണ് ഈ എക്സ് മുസ്ലിംസ് ഒക്കെ വിമർശിക്കുന്നത്. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്ക് ഹർസ്, നിങ്ങൾക്ക് കൃഷിസ്ഥലമാണ്. ഇവര് കണ്ടോ, ഇതിലിങ്ങനെ കന്തൂട്ടാൻ പോണമാര് വികാസം കൈക്കോട്ട് എടുത്തിട്ടൊക്കെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകേണ്ടത്. ഇവനെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്തൊരു മോശമാണ് ഖുർആൻ. ഇതൊക്കെ ഓരോ വരി ഇങ്ങനെ റീലുണ്ടാക്കി വിടുകയാണ്. കേൾക്കണമെന്ന് തോന്നും, ശരി തന്നെയാണ്. കാരണം ഓൽക്ക് മെനക്കെടാൻ വയ്യല്ലോ. നേരെ പഠിക്കാനും വയ്യ, മെനക്കെടാനും വയ്യ. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചൊക്കെ നിയന്ത്രണത്തിൽ കൺട്രോൾ ജീവിക്കേണ്ടി വരും. അതിന് നമുക്കൊരു താല്പര്യമില്ലല്ലോ. അല്ലാഹ് പറഞ്ഞു, നിസാഉക്കും ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. നിങ്ങൾ വിചാരിച്ച പോലെയൊക്കെ അവര് പെണ്ണിനോട് എന്ത് തോന്നിയാസം കാട്ടാണ്, എന്ത് ലൈംഗിക വൃത്തികേടും ചെയ്യാനോ അല്ല. നിബിതങ്ങൾ വിശദീകരിച്ചു, കൃഷിയുള്ള സ്ഥലത്ത് കൃഷി ചെയ്യണം, കൃഷി ഉണ്ടാകുന്നിടത്ത് കൃഷി ചെയ്യണം. ഒറ്റ വരി, കൃഷി ഉണ്ടാകുന്നവർക്ക് കൃഷി ചെയ്താൽ മതി.
ഒറ്റ വാക്കുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈംഗികമായിട്ടുള്ള മുഴുവൻ സദാചാരത്തെയും പ്രോത്സാഹിപ്പിക്കുകയും മുഴുവൻ ലൈംഗിക വൈകൃതങ്ങളെ ഒറ്റയടിക്ക് നിഷേധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് ലൈംഗിക വിദ്യാഭ്യാസം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഒന്ന് പഠിച്ചു നോക്കി നിങ്ങൾ. ഇപ്പോഴോ ലൈംഗിക വൈകൃതങ്ങളെ ഒരഭിമാനമാക്കി മാറ്റിയിട്ട് അതിന് ഇന്റർവ്യൂ നടത്താൻ കുറെ ആൾക്കാർ, അത് പറയാൻ കുറെ ആൾക്കാർ, അത് കേൾക്കാൻ കുറെ ആൾക്കാർ, അതിന് കമന്റ് ചെയ്യണത് ഇസ്ലാമിക വിരുദ്ധം, ഖുർആന് വിരുദ്ധം. ഇവരെ ഖുർആനാണ് ഇങ്ങനെയൊക്കെ അല്ല, പഠിക്കാഞ്ഞിട്ടാണ്. ഖുർആൻ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ചില ഉദാഹരണങ്ങൾ ചിലപ്പോ അത് ഈച്ചയായിരിക്കും, ചിലപ്പോ തേനീച്ചയായിരിക്കും, ചിലപ്പോ അത് വേറെന്തെങ്കിലും ഉദാഹരണങ്ങളാവും. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പഴച്ചു പോകുന്നു. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഹിദായത്ത്, നേർമാർഗം കിട്ടുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പല രാജ്യത്തും ഇസ്ലാമിന്റെ പല വിഷയത്തിലേക്കും കടന്നു വരുമ്പോ നമ്മളൊക്കെ അതൊക്കെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പഴഞ്ചൻ എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മളൊക്കെ ന്യൂജൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയാണ്. പക്ഷെ അല്ലാഹ് പറയാം, സ്വയം തോന്നിയാസികളാകുന്ന ആളുകളല്ലാതെ പിഴച്ചു പോകില്ല. നോക്കൂ, എല്ലാം കൃത്യമായും തത്വദീക്ഷിതമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നല്ല കൾച്ചർ, നല്ല സ്വഭാവം, അതെവിടെയാണ്? അത് ഖുർആനിലാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അത് ലോകത്തിന്റെ ഒരു തത്വമാണ്. ഗൾഫിലേക്കൊന്ന് പോയി ഒരു ജോലിക്ക് കൊടുത്തു നോക്കി നിങ്ങൾ, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യം. നമ്മുടെ നാട്ടില് ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികളെ ചേർക്കണമെങ്കിൽ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പഠിച്ച സ്ഥാപനത്തിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് അറ്റസ്റ്റ് ചെയ്യണം, എന്നാലേ കുട്ടികളെ ചേർക്കുള്ളൂ. നിർബന്ധം. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൂടെ അത് കൊടുക്കണം. അല്ലാഹു തആല നബിക്ക് കൊടുത്തതാണ് ഒരു സർട്ടിഫിക്കറ്റ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, നിങ്ങൾ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നിങ്ങൾ. ലോകത്തെ ആദ്യത്തെ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആയിരിക്കാം അതെന്നാണ് നബി തങ്ങൾ പറഞ്ഞു. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഏറ്റവും നല്ല സ്വഭാവങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിന്റെ സ്വഭാവങ്ങൾ ഏറ്റവും നല്ലത് കുളിക്കല്, വൃത്തി. ഞാൻ ഇന്നലെ യാദൃച്ഛികമായിട്ട് ഒരു ഇന്റർവ്യൂവിന് കുറെ മനുഷ്യന്മാരുണ്ട് അള്ളാന്റെ ദുനിയാവില്. ഇങ്ങനെ ജീവിക്കണം, കണ്ട തോന്നിയാസികളെ മുഴുവൻ ഇന്റർവ്യൂ നടത്തിയിട്ട് പൊതുജനത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുക. കുളിക്കാത്തോലോടൊരു ഇന്റർവ്യൂ. 2 കൊല്ലായി ഇത്ര കുളിച്ചിട്ട് 4-5 ആൾക്കാരെ കൊണ്ടിരുത്തി, 4-5 പെൺകുട്ടികളെ കൊണ്ടിരുത്തിക്കും. ഒന്നിനത്ര 3 പെൺകുട്ടികൾ. 2 കൊല്ലായി കുളിച്ചിട്ട് ഒരാൾ പറയണ്ടേ, എങ്ങനെ ഇന്റർവ്യൂവിനോട് ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുളിച്ചിട്ട് 2 കൊല്ലമായി എന്നാ പറഞ്ഞത്. അങ്ങനത്തെ 4 പിടിച്ചോണ്ടിട്ട് ഇന്റർവ്യൂ ആണ്, കേൾക്കാൻ തന്നില്ല. നിങ്ങൾ ആലോചിച്ചോക്കി, എന്തൊരു സംസ്കാരമാണ്, എന്തൊരു കൾച്ചറാണ്. 40 ദിവസത്തിലൊരിക്കെ, അത് വേറെ വിഷയമാണ്. 40 ദിവസത്തിലൊരിക്കെ മുടി, താടി, അതുപോലെ തന്നെ താടി വടിക്കാന്നല്ല കേട്ടോ, പിന്നെ ഒക്കെ ഭംഗിയാകുക, മനുഷ്യനൊക്കെ ഒന്ന് ഭംഗിയാകുക, നഖം മുറിക്കുക, മനുഷ്യ ശരീരത്തിലെ രോമങ്ങള്, പുറത്തേക്ക് കാണുന്ന രോമങ്ങളൊക്കെ വളർത്തണമെന്നും അകത്തുള്ള രോമങ്ങളൊക്കെ പഠിച്ചു കളയണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. കൂട്ടത്തിൽ പറയാം, തുണിങ്കുപ്പായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന രോമങ്ങൾ അത് വളർത്തണം. താടി, മീശ, അങ്ങനെയൊക്കെ. മീശ വെട്ടിച്ചെറുതാക്കാനേ പറഞ്ഞിട്ടുള്ളൂ, മീശ പറ്റ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. താടി വെറുതെ വിടാനാ പറഞ്ഞിട്ടുള്ളൂ. കക്ഷം, ഗുഹ്യം, ഇങ്ങനത്തെ രോമങ്ങളൊക്കെ വടിച്ചു കളയാൻ വൃത്തിയാണ്. 40 നഖം മുറിക്കണം. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു 40 ദിവസത്തിൽ ഒരിക്കലും അത് ചെയ്യണം. അത് ഫിത്രത്താണ്, പ്രകൃതിയാണ്, ശുദ്ധപ്രകൃതിയിലേക്ക് മനുഷ്യൻ മടങ്ങാനാണ്. സ്വഭാവത്തിന്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് അല്ലാഹു കൊടുത്തത് റസൂലിനാണ്. ആയിഷ ബിയോട് ചോദിച്ചു, നബിയുടെ സ്വഭാവം എന്തായിരുന്നു? ഇതാണ് നമുക്ക് ഇനി ഗുണപാഠട്ടോ. എന്തായിരുന്നു നബിയുടെ സ്വഭാവം? നബി ആയിഷ ബിവിക്ക് ഒരു മറുപടി ഉണ്ടായില്ല. സ്വന്തം ഭാര്യ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ മനുഷ്യനും ഇതിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസവും മതപരവും ആദർശവും എല്ലാം നന്നായി എന്ന്. നബിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. ആരാ പറയണത്?
സ്വന്തം ഭാര്യ. ആരാ ഭാര്യ? കൂടെ ജീവിച്ചാൾ. നിങ്ങളിപ്പോ ഈ ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സ്വഭാവം അറിയാൻ വേണ്ടി ഒരാളെ വീട്ടിക്ക് പറഞ്ഞയച്ച് ഭാര്യനോടും ചോദിച്ചു നോക്കി, എങ്ങനെയുണ്ട് നമ്മുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെ മുക്കി മുറലും കടന്നിട്ട് പള്ളിക്കൽക്കൊക്കെ പോയിക്കണ്, പോകലും ഉണ്ട്, ക്ലാസ്സും പോകലുണ്ട് എന്നൊക്കെ പറയുന്നല്ലാതെ ഉഷാറാണെന്ന് പറയാൻ മടിയാണ് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക്. നമ്മളൊക്കെ അങ്ങനെ ഇരിക്കും. നമ്മളോട് ഏറ്റവും അടുത്ത് പെരുമാറുന്ന ആളുകൾക്ക് നമ്മുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർക്ക് കുടുംബ വഴക്കുകൾ ഒക്കെ കാരണം അതാണ്. ഇപ്പൊ ക്യാമ്പയിന് വരെ നമ്മൾ നടത്തുന്നുണ്ട്. പവിത്രമാണ് കുടുംബം, പവിത്രമാണ് ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട്. അത്ര അധികം കുടുംബത്തില് പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ. സ്വന്തം ഭർത്താവിനെ പറ്റി നല്ല സ്വഭാവക്കാരനാണെന്ന് പറയാൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ല. സ്വന്തം ഭാര്യ നല്ലവളാണെന്ന് പറയാൻ ഭർത്താവിന് കഴിയില്ല. സ്വന്തം മക്കളെ പറ്റി കുറ്റം പറയാത്ത ഒരു രക്ഷിതാവ് വളർന്നു വരുന്നില്ല. സ്വന്തം രക്ഷിതാക്കളെ പറ്റി മോശം പറയാത്ത കുട്ടികളില്ല. ഇത് അനുഭവത്തിൽ നിന്നാ പറയണത്. സ്വന്തം വാപ്പാനെ പറ്റി അനുയോജ്യരായ പുതിയാപ്പള വന്നിട്ട് എന്നെ കെട്ടിക്കണില്ല എന്ന് പറയേണ്ട അവസ്ഥ കുട്ടിക്ക് വരികയാണ്, പെൺകുട്ടികൾക്ക് വരിക. അതുപോലെ തന്നെ എന്റെ മകൻ മോശമാണ് എന്ന്, മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് സ്വന്തം പിതാവ് പറയാണ്. എന്ന് അത്ര കേൾക്കേണ്ടി വരൂല. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുക. അവിടെയാണ് ആയിഷ ബീവി പറഞ്ഞ പ്രസക്തി. ഒരു കാര്യം കൂടി മനസ്സിലാക്കി, നബിന്റെ കാലത്ത് മുസ്ഹഫുകൾ ഉണ്ടായിരുന്നില്ല. പിന്നുണ്ടായത് നബിന്റെ കാലത്ത് ഒരൊറ്റ മുസ്ഹഫും ഇല്ല. പക്ഷേ ജീവിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ മുസ്ഹഫായിരുന്നു. ഇന്നോ മുസ്ഹഫിന്റെ എണ്ണം കൂടി. ഓരോരുത്തരുടെ മൊബൈലിൽ ഈ 2 ആപ്ലിക്കേഷനാണ്. പള്ളിയിൽ എത്രയോ ഖുർആൻ വെക്കാനുള്ള സ്ഥലമൊക്കെ അങ്ങനെ ഭംഗിയാക്കി ഉണ്ടാക്കി വെക്കാണ്. പക്ഷേ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ കുറവാണ്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഖുർആൻ അത് ഓതി തീർക്കാനോ വായിച്ചു തീർക്കാനോ പിന്നെ ഭദ്രമായ ഒരു ഭാഗത്ത് സൂക്ഷിക്കാനോ ഉള്ളതല്ല. അത് തുറന്നു നോക്കണം, അതനുസരിച്ച് ജീവിക്കണം. അങ്ങനെ നമ്മുടെ സ്വഭാവം ഖുർആനുമായി ചിട്ടപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മൾ നന്നാവും, കുടുംബം നന്നാവും, നമ്മുടെ സമൂഹം നന്നാവും, നമ്മുടെ വിദ്യാഭ്യാസം നന്നാവും, നമ്മുടെ രാഷ്ട്രീയം നന്നാവും, അതിനൊക്കെ ഉപരി നമ്മുടെ ആദർശം നന്നാവും, പരലോകം നന്നാകും. അതുകൊണ്ടാണ് എന്നിട്ടും ആഖിറത്തിൽ വിശ്വസിക്കാത്തവര് ആയതദ്നാലഹും അദാബൻ അലീമ, അവർ മരിച്ചുപോയാൽ തീർച്ചയായും അല്ലാഹു പിടികൂടും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, 2 കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ പള്ളി, അതിനുള്ള സംഭാവന കളക്ഷൻ ഇന്ന് 4ാമത്തെ വെള്ളിയാണ്. 4ാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ സ്വീകരിക്കരുത്. എല്ലാവരും കാര്യമായിട്ട് സഹകരിക്കണം എന്ന് ഉണർത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നുള്ള കുട്ടികൾ, സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമ്മുടെ പള്ളിയിൽ വരുന്നുണ്ട്. വെള്ളിയാഴ്ച ജുമഅക്ക് വരുമ്പോൾ അവർക്കറിയാത്തത് കൊണ്ടോ എന്തോ അറിയില്ല, അവർ പലപ്പോഴും ജുമഅ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ജുമഅ നിസ്കാരത്തിന്റെ ഇടയിലും ഖുതുബയുടെ ഇടയിലും സംസാരിക്കുകയും അത് മറ്റ് നിസ്കരിക്കുന്ന കുട്ടികൾക്ക്, നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ വരണം. പക്ഷെ വന്നാൽ ഖുതുബ അത് കേൾക്കണം. കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഖുതുബ നടക്കുമ്പോ ഒരാളോട് മിണ്ടല്ലേ എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് കുട്ടികൾ സംസാരിക്കുമ്പോൾ ആരും മിണ്ടരുത് എന്ന് പറയാത്തത്. ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോ ഖുതുബയുടെ ഇടയിൽ സംസാരിക്കണ ഒരാളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ അന്നത്തെ ജുമഅ ബാത്തിലായി എന്നാണ് ഇസ്ലാമികമായിട്ടുള്ള നിയമം. ഇതൊരു സാധാരണ പ്രസംഗമല്ല, ഒളു എടുത്ത് നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ് ജുമഅ ഖുതുബ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ജമാഅത്തായിട്ട് ജുമഅ നിസ്കരിക്കുമ്പോൾ അതിൽ തന്നെ കൂടി നിസ്കരിക്കാനും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുത്, അച്ചടക്കരാഹിത്യം ഉണ്ടാകരുത്. അത് പള്ളിയിൽ തീരെ പാടില്ലല്ലോ, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ തീരെ അത് പാടില്ല. പള്ളി അതിനെ കുറിച്ച് നമ്മൾ 1-2 ഖുതുബയെ സൂചിപ്പിച്ചതാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 2 ആൾ സംസാരം ഉണ്ടാക്കിയപ്പോ അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. പള്ളിയിൽ സംസാരിക്കാൻ പാടില്ല, അവർക്ക് അറിയില്ല. അവരൊക്കെ സംസാരിച്ചപ്പോ അവരെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് രാജ്യത്തുനിന്ന് ദൂരം നിന്ന് വരുന്നില്ല, നിങ്ങൾ ഈ രാജ്യക്കാരാണെങ്കിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പള്ളി അത്രയധികം സൂക്ഷ്മത പുലർത്തേണ്ടതാണ് എന്ന് അറിയാത്ത ആ കുട്ടികളെയൊക്കെ ബോധ്യപ്പെടുത്താണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.